ഇങ്ങനെയാണ് അവന്റെ കളി. അവനിങ്ങനെയാണ്, പണ്ടേ ഇങ്ങനെയാണ്. അവന് പലയിടത്തും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അല്ലെങ്കിൽ പണ്ട് മുതലേ ഒരു 10 വർഷം മുമ്പേ ഇങ്ങനെ അവനെ നമുക്ക് എല്ലാ പ്രാവശ്യവും കാണാമായിരുന്നു. ഓ പിന്നെ തീർച്ചയായിട്ടും. അതായത് 2 കളിയിൽ തിരിച്ചു വന്നല്ലോ, ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും. അപ്പോൾ 2 കളിയിൽ വന്നപ്പോൾ ഇവരുടെ മുമ്പിലാണ് ആദ്യമായിട്ട് തോൽക്കുന്നത്. ന്യൂസിലൻഡ് ഇന്ത്യയിൽ കളിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് 5 ഇന്നിങ്സും തോക്കുന്നത് അവൻ. അങ്ങനെ ഒരു ദിവസം അവൻ വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇന്ന് അവൻ തിരിച്ചടിക്കുമെന്ന്. അത് ഇപ്പോൾ വെളിയിൽ പറയാനുള്ള പലരും സംസാരിക്കുമായിരുന്നു. ഞാൻ ആരോടും ഒന്നും ഉണ്ടില്ല. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഈ അട്ടഹാസങ്ങളൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഉള്ളിൽ എൻ്റെ മകൻ തിരിച്ചടിക്കും, അതെനിക്ക് പക്ക വിശ്വാസമാണ്. കാരണം അവൻ 5 അടി ഏറ്റു. അവരടിച്ച് അവനെ ഇല്ലാതാക്കിയിട്ട് പോയി. ഈ വേൾഡ് കപ്പിന്റെ പ്രോഗ്രാമിൽ പോലും അവനുണ്ടാകാൻ അവസരമില്ലായിരുന്നു. അത്തരത്തിലാണ് അവരുടെ കയ്യിൽ നിന്ന് അവൻ അടി കിട്ടിയത്. പ്രതികാരം അവൻ തീർക്കണം. അതാണ് സാംസന്റെ മകൻ. അവൻ തീർക്കുമെന്ന് എനിക്ക് ഉള്ളിൽ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ പറയും സംഭവിച്ചതുകൊണ്ട് പറയുന്നു പറയും. ഈ പക്കാ വിശ്വാസമാണ്. അവൻ ഇന്ന് അത്രയും സൂക്ഷിച്ച് കളിക്കും. ആ ഫസ്റ്റ് ഓവർ അവൻ കളിച്ചാണ്ടല്ലോ, 3-4 ബോൾ ഡിഫെൻഡ് ചെയ്തു അല്ലേ. അവൻ ഇവരെ അടി കൊടുക്കണം. അടി കൊടുത്തില്ലെങ്കിൽ അവൻ ക്രിക്കറ്ററല്ല, അവനൊരു ബാറ്ററല്ല. കാരണം 5 ഇന്നിങ്സ് അവൻ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇന്ന് വരെ അവൻ 13 വയസ്സിൽ തുടങ്ങിയതാണ് ക്രിക്കറ്റ്. കേരളത്തിന്റെ ക്യാപ്റ്റനായിട്ട് 13 വയസ്സിൽ തുടങ്ങിയാണ്. ഇന്ന് വരെ അവൻ ഇങ്ങനെ ഒരു ദിവസം കണ്ടിട്ടില്ല ന്യൂസിലൻഡുമായിട്ടുള്ള. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ അവൻ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ വേൾഡ് കപ്പിൽ അവൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതാണ് അവനെ വെളിയിലാക്കുമെന്നുള്ള. പിന്നെ പെട്ടെന്ന് ഞാനും ഞെട്ടിപ്പോയി. ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ അവൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 5 കളി ഫെയിലായ പിന്നെ അവനെങ്ങനെ ഒരു ടീം മാനേജ്മെന്റോ കോച്ചോ ക്യാപ്റ്റനോ ടീമിന്റെ കൂടെ കൂട്ടും. അപ്പം ഞാൻ ഒരു കാരണവശാലും അവൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പിന്നെ ടീമിന്റെ കൂടെ പോയി എന്ന് എന്റെ വീട്ടുകാരിയെടുത്ത് ചോദിച്ചപ്പോൾ വീട്ടിലൊന്നോ ഞാൻ ചോദിച്ചു ഈ കളി കഴിഞ്ഞപ്പോഴേ. അല്ല, അപ്പം എന്റെ ശ്രീമതി പറഞ്ഞു, ഇല്ല ചേട്ടാ അവൻ ടീമിന്റെ കൂടെ പോയിട്ടുണ്ടെന്നോ. ഒരവസരം കിട്ടി, അവൻ അവസരം മുതലാക്കി അവൻ തിരിച്ചു വന്നു. നമുക്ക് നമ്മുടെ സഞ്ജു തിരിച്ചു വന്നു. അതാണ് ആസ് എ ക്രിക്കറ്റർ നമുക്ക് അവനെ തിരിച്ചു കിട്ടി. ഞാൻ ഒരുപാട് ഡിസ്റ്റർബായിരുന്നു. ന്യൂസിലൻഡിലുള്ള ഇങ്ങനെ ഒരു ഇന്നിങ്സ് വന്നപ്പോൾ ഭയങ്കര ഒരു ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു എനിക്ക്. അവൻ തിരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം IPL ഒരുപാട് 500-ൽ പരം റണ്ണടിച്ചിട്ടാണ് അവൻ ടീമിന്റെ കൂടെ പോയത്. ഒരു മാച്ച് പോലും അവനെ കളിപ്പിച്ചില്ല. പുറത്തിരുന്നു, എല്ലാ മാച്ചും അവൻ പുറത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ മനസ്സിൽ കരുതി ഇനിയൊരു വേൾഡ് കപ്പ് വരുമെങ്കിൽ എൻ്റെ മകൻ അതിന്റെ പകരം തിരിച്ചു വരുമെന്ന് വിചാരിച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഈ നമ്മുടെ അവന്റെ പൊസിഷനെടുത്ത് മാറ്റി, ഏഷ്യ കപ്പെന്ന് പൊസിഷനെടുത്ത് മാറ്റി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അവനെ ഡിസ്റ്റർബാക്കി. ഒരുപാട് ഡിസ്റ്റർബായി. പിന്നെ ആ ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് ഈ ന്യൂസിലൻഡിന്റെ ആ ഒരു ഇതിൽ കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവനത് പ്രൂവ് ചെയ്തു. അവനൊരു പ്ലെയറാണ്, അവനെ കൊണ്ടും പറ്റും. അവന് കൊടുത്താൽ അവൻ പണ്ടേ സമയമായിരുന്നു. അവന് സമയം കൊടുത്ത അവൻ പണ്ടേ അവൻ സമയമായിരുന്നു. എന്ത് വിളി, ഇത് കൊച്ചു മക്കളാ ഒരു വിളി. പണ്ട് ബാല്യത്തില് ഓരോ സെക്ഷനിലും വിളിക്കും. മെച്ചോടായില്ലേ, മക്കൾ വളർന്നില്ലേ, നന്നായിരിക്കണം, വിളിക്കും, സംസാരിക്കും. ഞാൻ ശല്യം ചെയ്യാറില്ല. അവന്റെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. വിളിച്ചാൽ തിരിച്ചു വിളിക്കും, വിളിച്ചാൽ എടുക്കും. പക്ഷെ ഞാൻ അവന്റെ ശല്യം ചെയ്യാറില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ. അവരെപ്പോഴെങ്കിലും വിളിച്ചാൽ അത്രേ ഉള്ളൂ. ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു, കിംസിൽ. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഓക്സിജൻ സിലിണ്ടർ വെച്ചാണ് കിടക്കുന്നത്. മാസ്ക് വെച്ചിട്ട് കിടക്കാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടുണ്ടോ, മാസ്ക് വെച്ചോണ്ട് ഞങ്ങൾ TV-യിൽ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്തുണ്ട്, കളി കണ്ടുണ്ട്.